Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ടൈറ്റൻസിന്റെ ഒറിജിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. ആക്ച്വലി ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യകുലത്തെ വേട്ടയാടാനായിട്ട് വന്ന ഒരു മോൺസ്റ്റർ ടീമാണ് ഈ ടൈറ്റൻസ്. മനുഷ്യന്മാരാണെങ്കിൽ ഒരുപാട് വർഷക്കാലമായി അവറ്റകൾ ടൈറ്റൻസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. മനുഷ്യരെ കഴിഞ്ഞ് 10 മടങ്ങ് ശക്തി ആ ടൈറ്റൻസിന് അധികമാണ്. സോ അവർ മനുഷ്യരെ വളരെ ബ്രൂട്ടലായിട്ട് കൊന്നൊടുക്കും. അതിനുശേഷം മനുഷ്യകുലത്തെ രക്ഷിക്കാനായിട്ടാണ് പിന്നീട് മനുഷ്യ എല്ലാവരും ചേർന്ന് ആ 3 വലിയ മതിലുകൾ നിർമ്മിച്ച് മനുഷ്യകുലത്തെ മുഴുവൻ അവിടേക്ക് മാറ്റിയതും അവര് ഒരുപാട് വർഷക്കാലം സുരക്ഷിതരായിട്ട് അവിടെ ജീവിച്ചതും കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ആ ടൈറ്റൻസ് ആ ഒരു ഗ്രാമവും പട്ടണവും മുഴുവനായിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് ചേതനേറ്റ ശരീരങ്ങൾ അതങ്ങനെ ഓരോ ഭാഗത്ത് ചിതറിക്കിടക്കുകയാണ്. കാക്കയും എലിയും എല്ലാം തന്നെ അതങ്ങനെ കടിച്ചു കീറി വലിച്ചെടുക്കും. ഇവിടെ ടൈറ്റൻസ് ആണെങ്കിൽ വീണ്ടും അവറ്റകളുടെ ആർത്തി മാറാതെ ആ പട്ടണത്തിലൂടെ കയറി ഇറങ്ങി മനുഷ്യരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ഗ്രാമത്തിന്റെ മുക്കും മൂലയും കാണിക്കും. അവിടെയാണെങ്കിൽ ജനങ്ങളാണെങ്കിൽ ഇപ്പോഴും ജീവൻ സംരക്ഷിക്കാനായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയാണെങ്കിൽ ടൈറ്റന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വീടിന്റെ അടുക്കലേക്ക് വരും. ആ സമയം ഒരു ടൈറ്റൻ ആ വീടിന്റെ മുകളിലേക്ക് വന്ന് ആ പെൺകുട്ടിയെ അങ്ങനെ പിടിച്ചു വലിച്ച് കടിച്ചു പറിക്കും. മറ്റൊരു ഭാഗത്ത് പൂജാരിയാണെങ്കിൽ കത്തിയുമായി പുറത്തേക്ക് വരും. അതുകൊണ്ടൊരു ടൈറ്റൻ ആണെങ്കിൽ ആളെയും കടിച്ചു പറിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ ആ ഒരു സോൾജിയറിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയാണ്. ആ സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ ആ പെൺകുട്ടിയെയും അതുപോലെ തന്നെ ഹീറോയും താഴേക്കിടും. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അത് കേട്ട് ഹീറോ ആണെങ്കിൽ വീണ്ടും കൈ ചുരുട്ടി ആ സോൾജിയറിനെ ഇടിക്കാൻ ശ്രമിക്കും. സോൾജിയർ ആണെങ്കിൽ എന്റെ കൈ തട്ടി മാറ്റി അവനോട് ദേഷ്യപ്പെട്ടു പറയും, നിനക്ക് ധൈര്യമുണ്ട് പക്ഷെ ശക്തിയില്ല. എനിക്ക് ശക്തിയുണ്ട് പക്ഷെ ധൈര്യമില്ല. അവനെ തകർക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഉള്ളിലെ ഭയം അതിനെന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ തലതാഴ്ത്തിരിക്കുകയാണ്. ആ സോൾജിയർ ആണെങ്കിൽ ഹീറോയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പൊ അവനെയും ആ ചുന്ദരി പെണ്ണിനെയും കൂട്ടി കപ്പലില് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അടുത്തേക്ക് വരികയാണ്. ഒരുപാട് ജനങ്ങള് അവർ രക്ഷിക്കാനായിട്ട് കപ്പലിലുള്ളവരോട് പറയും. ഒരുപാട് പേർക്ക് അവരുടെ സ്വന്തക്കാരൊക്കെ നഷ്ടപ്പെട്ട് അവർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഇവിടെ കോപ്സ് ആണെങ്കിൽ വലിയ പീരങ്കികളൊക്കെ വെച്ച് ആ ഒരു ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോൾജിയേഴ്സ് ആണെങ്കിൽ കപ്പൽ ക്ലോസ് ചെയ്യാണ്. ഇനിയും ആൾക്കാരെ കപ്പലിലേക്ക് കയറ്റാൻ കഴിയില്ല, കപ്പൽ മുങ്ങും. സോ എത്രയും വേഗം ഇവിടുന്ന് പോകണം, ആരും ഇനി കപ്പലിലേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ കപ്പൽ സ്റ്റാർട്ട് ചെയ്ത് അതിവേഗത്തിൽ ഓളിയിട്ട് മുൻപോട്ടേക്ക് പോകും. ഇവിടെ ജനങ്ങളെല്ലാവരും ഉച്ചത്തിൽ നിലവിളിക്കും. ഒരു ലേഡി ആണെങ്കിൽ അവരുടെ കുഞ്ഞിനെ എടുത്തു കാണിക്കും, എന്റെ കുഞ്ഞിനെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളെ രക്ഷിക്കണം. പക്ഷേ അവരത് കേൾക്കില്ല. ഇവിടെയുള്ള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ ഒരു കപ്പൽ അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല. സോ ഒരുപാട് പേര് ആ കപ്പലിലേക്ക് എടുത്തു ചാടാനായിട്ട് ശ്രമിച്ച് കടലിലേക്ക് വീഴും. ആ മെയിൻ സോൾജിയർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെയും കൊണ്ട് ഇപ്പോ അടുത്ത ആ ഒരു വാളിന്റെ അടുത്തേക്ക് പോകും. എത്രയും വേഗം ഈ ഒരു വാളിന്റെ എൻട്രൻസ് അത് ക്ലോസ് ചെയ്ത് അടുത്ത വാളിന്റെ അകത്തേക്ക് പോകണം. ആ മെയിൻ സോൾജിയർ ആണെങ്കിൽ അവിടെയുള്ള മറ്റു സോൾജിയറിനോട് പറയും, ദയവ് ചെയ്ത് ഇപ്പൊ വാതിൽ ക്ലോസ് ചെയ്യരുത്. ഒരുപാട് ആൾക്കാർ അവിടെ പെട്ട് കിടക്കുന്നുണ്ട്, അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി നമ്മൾ കൊടുക്കണം. അതവർ പറയേണ്ട താമസം 2 സോൾജിയേഴ്സ് അവിടേക്ക് ഓടി വന്ന് വലിയൊരു ടൈറ്റൻ ഇവിടെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന് പറയും. അവരാണെങ്കിൽ ഷോക്കായി അവിടേക്ക് നോക്കും. വലിയൊരു ജയന്റ് ടൈറ്റൻ. അവനാണെങ്കിൽ മനുഷ്യന്മാര് ഓടി വരുന്നത് പോലെ വളരെ സ്പീഡിൽ അവിടേക്ക് ഓടി അടുക്കുകയാണ്. നമ്മുടെ ആൾക്കാർ എല്ലാവരും ചേർന്ന് ആ ഒരു വാള് അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം തന്നെ ആ ഒരു ജയന്റ് ടൈറ്റൻ ആണെങ്കിൽ അവിടം തകർത്ത് അകത്തേക്ക് വരും. അങ്ങനെ വീണ്ടും ഞങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയായി അതകത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ഒരു ഭാഗത്തുണ്ടായിരുന്നവരെല്ലാവരും സേഫായി ഇപ്പോ ഈ ഒരു വാളിന്റെ അകത്തേക്കാണ് വന്നത്. അപ്പൊ അതേ വാളിന്റെ അകത്തേക്കാണ് മറ്റൊരു ടൈറ്റൻ എത്തിയിരിക്കുന്നത്. സോ എങ്ങനെ അവിടുന്ന് പുറത്തു കിടക്കുന്ന അറിയാതെ അവരാണെങ്കിൽ ഭയന്ന് നിൽക്കും. ഇതിൽ ടൈറ്റൻസ് അവിടേക്ക് എത്തിയ കാര്യം ആ 3ാമത്തെ ചുമരുകൾക്കുള്ളിൽ താമസിക്കുന്ന ആളുകൾ പോലും അറിഞ്ഞിരിക്കുകയാണ്. അവരാണെങ്കിൽ കാര്യമായിട്ട് അവരുടെ ഡിസ്കഷൻസ് ഒക്കെ നടത്തും. അവിടെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് പരസ്പരം പറയും. ഉടനെ 2 സർവേ കപ്പ് സോൾജിയേഴ്സ് അവിടേക്ക് വന്ന് നടന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എത്രയും വേഗം നിങ്ങൾ സേഫായ സ്ഥലത്തേക്ക് മാറണം. ആ ടൈറ്റൻസ് അവരേ നിമിഷം വേണമെങ്കിലും ഇവിടേക്ക് എത്താം. ഓൾറെഡി ആ 2 ചുമരുകൾ അവറ്റകൾ തകർത്ത് കളഞ്ഞു. അത് കേട്ട് അവർ ഞെത്തും. അവിടെയുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കണ്ണിൽ ഇപ്പൊ മരണഭയം അതങ്ങനെ ഉയർന്നു വരികയാണ്. അവരാണെങ്കിൽ ഭയന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ആർമിനെ തള്ളി മാറ്റി ഇപ്പൊ ദൂരേക്ക് നോക്കും. അവൻ തകർന്നു കിടക്കുന്ന അവന്റെ ആ ഗ്രാമം കാണുകയാണ്. അവന്റെ തൊട്ടു മുൻപിൽ വെച്ചാണ് ആ ഒരു ടൈറ്റൻ അവന്റെ അമ്മയെ തകർത്ത് ഇല്ലാതാക്കിയത്. അമ്മയെ നശിപ്പിച്ചവരെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. അതിന് ഞാൻ പകരം ചോദിച്ചേ തീരുമെന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് പൊട്ടിക്കരയാണ്. ദൂരത്തായിട്ട് ആ കപ്പൽ അങ്ങനെ നീങ്ങിപ്പോവും. അതേസമയം മറ്റൊരു ഭാഗത്ത് ഇപ്പൊ നമ്മുടെ ഹീറോയുടെ പപ്പ
ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയാതെ മെഡിക്കൽ എക്സാമിനേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ചില ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസ് ഒക്കെ അങ്ങനെ കടന്നു പോവാണ്. ബാക്കിൽ ഡോക്ടർ ആണെങ്കിൽ ഇപ്പോ ആളുടെ മകൻ നമ്മുടെ ഹീറോയോട് പറയും, ഒരു കാരണവശാൽ ഈ ഒരു താക്കോല് അത് നീ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന അണ്ടർഗ്രൗണ്ടിന്റെ കീ ആണിത്. എന്തൊക്കെ സംഭവിച്ചാലും നീ ഇത് വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞ് ഒരു സൂചി എടുത്ത് ആളുടെ ദേഹത്ത് കുത്തി ഇറക്കുകയാണ്. ആളാണെങ്കിൽ ഇതിനുകൊണ്ട് പെടയുമ്പോൾ ആ കീ അത് താഴേക്ക് വീഴും. എല്ലാത്തിലേക്കുമുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് ഇതാണെന്ന് പറയും. ഹീറോ ആണെങ്കിൽ അതിലേക്ക് തന്നെ നോക്കും. കട്ട് ചെയ്ത വീണ്ടും പ്രസന്റ് കാണിക്കും. ഹീറോ ആണെങ്കിൽ ഇപ്പൊ ഞെട്ടി എഴുന്നേക്കും. സുന്ദരി പെണ്ണാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിപ്പോ ഒരു സ്ഥലത്താണ്, നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സുന്ദരി പെണ്ണാണെങ്കിൽ അവനെയും കൂട്ടി ഇപ്പൊ പുറത്തേക്ക് വരും. അപ്പൊ അവർ കാണും ഒരുപാട് പേര് അങ്ങനെ സേഫായിട്ട് നിൽക്കുകയാണ്. അവരിൽ പലരും ഭക്ഷണത്തിന് വേണ്ടി ഇത്തരം വഴക്കിടും, തല്ലുണ്ടാക്കും. അർമിനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനടുത്തേക്ക് ഓടിയെത്തും. ഹീറോയ്ക്കും സുന്ദരി പെണ്ണിനും അവർക്ക് രണ്ടുപേർക്കും അവൻ ഓരോ പീസ് ബ്രെഡ് കൊടുക്കുകയാണ്. ആണെങ്കിൽ അതുകൊണ്ട് വണ്ടർ അടിച്ച്, നീ എന്താ ഈ പറയണേ, ഈ ബ്രെഡ് മാത്രം കഴിച്ച് നമുക്ക് എങ്ങനെ വിശപ്പെടുക്കാനാവും? അതിന് അർമ്മയും പറയും, ഇവിടെ ഭക്ഷണം ഒരുപാട് കുറവാണ്, ആളുകൾ ഒരുപാട് കൂടുതലും. സോ ഇവരൊക്കെ ശ്രമിച്ചിട്ട് ഇത് മാത്രമാണ് എനിക്ക് സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞത്. സോ തൽക്കാലം വിശപ്പടങ്ങാനായിട്ട് നിങ്ങളിത് കഴിക്കുക. ഉടനെ അവിടെയുള്ള ഒരു സോൾജിയർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇവിടെയുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരുപാട് ജനങ്ങൾ ഇവിടേക്ക് വന്നു, ഇവിടെയുള്ള ജനങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡാണ് അവർ തട്ടിയെടുക്കുന്നതെന്ന് പറയും. അത് കേട്ട് കലിയിളകിയ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ചാടി ചെന്ന് ഇപ്പോൾ ആളെ ആഞ്ഞടിക്കും. അതിൽ കലിയിളകിയ സോൾജിയർ ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് താഴെയിട്ട് ഓറഞ്ചും പുറഞ്ഞ് തല്ലുകയാണ്. ഉടനെ അർമിനാണെങ്കിൽ ഇപ്പോൾ ആളെ തടഞ്ഞ് അവളോട് പറയും, ദയവ് ചെയ്ത് അവരോട് ക്ഷമിക്കണം, അവന് വിശന്ന ഭയങ്കരമായിട്ട് ദേഷ്യം വരും, അതുകൊണ്ട് മാത്രമാണ് അവൻ ഇപ്രകാരം ചെയ്തത്, അവനു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ ആക്ച്വലി നിസ്സഹായരായിട്ടാണ് ഇവിടേക്ക് വന്നത്. സർവേ കോപ്സ് ആണെങ്കിൽ ഇപ്പോൾ അർവിനോട് പറയും, നിങ്ങൾ എല്ലാവരും പഠിച്ച കുട്ടികളല്ലേ, സോ അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കുക, നിങ്ങൾക്ക് ജീവനുള്ളത് തന്നെ വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞ് അവർ കടന്നുപോകും. ഇവിടെ അർജുനാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഹീറോയോട് ദേഷ്യപ്പെടും, നീ എന്തായി ചെയ്തേ, അവരുടെ അടുത്ത് നീ ഇതിനെ ഫൈറ്റ് ചെയ്തേ? അതിന് ഹീറോ പറയും, അവർ പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ സിറ്റുവേഷനെ അവർ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല, ഞാൻ ഇപ്പൊ തന്നെ ആ സർവേ കോപ്സിൽ ഒരു മെമ്പർ ആവാൻ പോവാണ്, എന്നെ പോലെ പേടിച്ചിരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയും. അത് കേട്ട ചുന്ദരിപ്പെണ്ണാണെങ്കിൽ കൈചുരുട്ടി ഇപ്പൊ ഹീറോയുടെ മുഖത്ത് കിക്ക് ചെയ്യും. ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവനെ അപ്രകാരം വിളിക്കും, അവനാണ് നമ്മൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അവനാണ് നിനക്കും എനിക്കും കഴിക്കാനായിട്ട് ഭക്ഷണം തന്നത്, നീയും ഞാനും എല്ലാം ആ ടൈറ്റൻസിനെ പേടിച്ച് തന്നെയാണ് ഇവിടേക്ക് വന്നത്, യഥാർത്ഥത്തിൽ പേടിയുള്ളത് നിനക്കും എനിക്കും ആണ്. ചുന്ദരി പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ ആ ബ്രെഡിന്റെ പീസ് അത് ഹീറോയുടെ വായിലേക്ക് അങ്ങനെ കുത്തിക്കയറ്റുകയാണ്. അവൻ വിഷമത്തോടുകൂടെ അത് കഴിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും നമ്മുടെ ആൾക്കാരും അവിടേക്ക് പുതുതായിട്ട് വന്നവരെല്ലാവരും പതിയെ ആ ഒരു സ്ഥലമായിട്ട് അഡാപ്റ്റഡ് ആവുകയാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പൊ അവിടെയുള്ള 2,50,000 പേരുമായിട്ട് സർവേ കോപ്സ് ആണെങ്കിൽ വീണ്ടും ആ ഒരു മതില് അത് റീബിൽഡ് ചെയ്യാനായിട്ട് അവിടേക്ക് കടന്നുപോകും. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വെറും 100 പേര് മാത്രമായിരിക്കും തിരികെ മടങ്ങി വരിക. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് നമ്മുടെ ആൾക്കാർക്കും അവിടെ ഉണ്ടായിരുന്നവർക്കും ഒരുപാട് വിഷമം. അർണന്റെ അവരാണെങ്കിൽ ഒരുപാട് വിഷമത്തില് എന്റെ ഗ്രാൻഡ് പേ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയും. അത് കേട്ട് ഹീറോ പറയും, ഒരുപാട് വർഷങ്ങളായി ഇത് ഞാൻ സഹിക്കുന്നു, അടുത്ത വർഷം ഉറപ്പായാലും ഞാനും ആ ഒരു ടീമിൽ ചേരും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ ഒരു വർഷത്തിന് ശേഷം കാണിക്കുകയാണ് നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോ പുതിയ കോപ്സ് ടീമിൽ ചേർന്നിരിക്കുകയാണ്. അവരുടെ ട്രെയിനർ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങളാണ് ഈ ഒരു കോപ്സ് ടീമിലെ 104ാമത്തെ ടീം. സോ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കണം, ആ ഒരു ടൈറ്റൻസിനെ ഇല്ലാതാക്കുമോ അതോ ടൈറ്റൻസിന്റെ കൈകൊണ്ട് നിങ്ങൾ ഇല്ലാതാവുമോ എന്ന്. സോ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തോറ്റുകളെ തോൽപ്പിക്കാം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.